പോലെയല്ല. ദിനം പ്രതി നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമൊക്കെയാണ്. അത്തരമൊരു വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് വരുന്നത്. ഇടുക്കിയിൽ കൊല്ലപ്പെട്ടത് 47-കാരനാണ്. നെടുങ്കണ്ടം തേവാരമെട്ട് ഭോജൻ കമ്പനി സ്വദേശിയായ മുരുകേശനാണ് കൊല്ലപ്പെട്ടത്. ഈ വിഷയത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്നത് മറ്റൊന്നാണ്. മുരുകേശന്റെ സഹോദരന്റെ മക്കളായ ഇരട്ടകളാണ് ഈ കൃത്യം നടത്തിയത്. മുരുകേശനെ ഇരുവരും ചേർന്ന് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവം. മുരുകേശന്റെ സഹോദരപുത്രന്മാരായ ഭുവനേശ്വർ, വിഘ്നേശ്വർ എന്നിവർ എത്തുകയും മുരുകേശനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഒരാൾ മുരുകേശനെ പിടിച്ചു നിർത്തി, മറ്റേയാൾ കൃത്യം നടത്തി. സംഭവത്തിനു ശേഷം പ്രതികൾ രണ്ടു വഴി കൂടി രക്ഷപ്പെടുകയും ചെയ്തു. ഭുവനേശ്വർ സമീപത്തെ കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങിയ ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. കൊലപാതകം നടത്തിയ വിവരം ഇവർ ബന്ധുക്കളെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട മുരുകേശന്റെ ഫോൺ ഉപയോഗിച്ചാണ് കുറ്റകൃത്യത്തെക്കുറിച്ച് ഇവർ ബന്ധുക്കളെ വിളിച്ചറിയിച്ചത് എന്നതും ശ്രദ്ധേയം. സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് പിന്നിൽ എന്നാണ് വിവരം. കൃത്യം നടക്കുന്ന സമയം മുരുകേശനും കൊച്ചുകുട്ടിയും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. കുട്ടിയെയും ഇവർ ഭീഷണിപ്പെടുത്തി. സംഭവത്തിനു ശേഷം കടന്നുകളഞ്ഞ പ്രതികളെ സമീപ പ്രദേശത്തു നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. അതിർത്തി മേഖലയിലെ ഏലത്തോട്ടത്തിലെ ജോലിക്കാരായി എത്തിയ മൂവരും തമിഴ്നാട് സ്വദേശികളാണ്. യുവാക്കൾക്കെതിരെ തമിഴ്നാട്ടിൽ വിവിധ കേസുകൾ നിലവിലുണ്ട്. ഇവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നത് മുരുകേശനാണ് എന്നാണ് ഇവർ കരുതിയിരുന്നത്. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഏകദേശം ഇന്നലെ വൈകുന്നേരം 4-നും 4:45-ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. സംഭവം നടന്ന ഉടനെ പോലീസിന് വിവരം കിട്ടുകയും പോലീസ് ഏകദേശം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിനകത്ത് 2 പ്രതികളാണുള്ളത്. മരണപ്പെട്ടയാളുടെ ജ്യേഷ്ഠൻ്റെ മക്കളാണ്. രണ്ടുപേരും ബന്ധുക്കളാണ്. തമിഴ്നാട് സ്വദേശികളാണ്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള കോമ്പേ സ്വദേശിയായിട്ടുള്ള മുരുകൻ എന്ന് പറഞ്ഞ ആളാണ് മരണപ്പെട്ടത്. ഇതിൽ കൊലപാതകം നടത്തിയിരിക്കുന്ന റിയാൻ്റെ സഹോദരൻ്റെ മക്കളായ ഭുവനേശ്വരനും അവൻ്റെ സഹോദരനായിട്ടുള്ള വിഘ്നേശ്വരൻ എന്നീ 2 പേരാണ്. രണ്ടുപേരും ഏകദേശം 25 വയസ്സോളമുണ്ട്. അവർ തമ്മിലുള്ള തർക്കങ്ങൾ, ഇവർ മറ്റ് കേസുകൾ, തമിഴ്നാട്ടിലെ കേസുകൾ പ്രതികളാണെന്ന് പറയപ്പെടുന്നു. അത് സംബന്ധിച്ച് തർക്കങ്ങളും അത് സംബന്ധിച്ച് പോലീസ് ഇവിടെ അന്വേഷിച്ച് വരാനും അത് മുരുകൻ വിവരങ്ങൾ തമിഴ്നാട് പോലീസിന് കൈമാറിയെന്നും മറ്റുള്ള വിവരങ്ങൾ, പിന്നെ ഇവരുടെ മദ്യപാന സ്വഭാവവും മറ്റുമായിട്ട് ഇടയ്ക്കൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെ ഒരു തർക്കത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇപ്രകാരം പ്രതികളെ ചോദ്യം ചെയ്യലെന്നും അപ്രകാരമുള്ള തർക്കത്തിൻ്റെ ഫലമാണ് ഈ പ്രകാരം ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. ഇരുകൂട്ടരും തമ്മിൽ സാമ്പത്തിക തർക്കവും ഉണ്ടായിരുന്നു. അമിതമായി മദ്യപിച്ചാണ് ഇരട്ടകളായ പ്രതികൾ സംഭവ ദിവസം സ്ഥലത്തെത്തിയത്. പ്രതികളെ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ന്യൂസ് 18 ഇടുക്കി.